നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരർക്കായി വ്യാപക തെരച്ചിൽ. ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദിയെന്ന NIA. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ നിർത്തിപ്പൊരിച്ചു ഭാരതം. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. അതിർത്തിയിൽ ചൈനീസ് മിസൈലുകൾ വിന്യസിച്ച് പാകിസ്ഥാൻ. ജമ്മു കാശ്മീരിൽ കനത്ത ജാഗ്രത. ഡൽഹിയിൽ നിർണായക യോഗം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. സിപ്പ് ലൈനിൽ സഞ്ചരിക്കവേ യാദൃച്ഛികമായി പകർത്തിയ ദൃശ്യങ്ങളിൽ ഭീകരർ. വെടിവെപ്പ് നടക്കുമ്പോൾ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ ചൊല്ലുന്നതും ദൃശ്യങ്ങളിൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. आज बुलडोजर चल रहा है, आज मकान गिराए जा रहे हैं, बड़ी बड़ी खबर है ये. अरे यार, किसको धोखा दे रहे हो? बुलडोजर का काम ये नहीं. പഹൽഗാം ഭീകരർക്ക് കുടപിടിച്ച് CPM-ഉം കോൺഗ്രസും. ഭീകരരുടെ വീടുകൾ തകർത്ത് തെറ്റുന്ന ജമ്മുവിലെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം യൂസഫ് തരിഗാമി MLA. കോൺഗ്രസ് ട്വീറ്റ് ആയുധമാക്കി പാകിസ്ഥാൻ. കോൺഗ്രസ് പാർട്ടി ലക്ഷറി പാകിസ്ഥാൻ കോൺഗ്രസായി അധപ്പതിച്ചെന്ന് BJP. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായവരുടെ കുടുംബത്തിന് കൈത്താങ്ങുമായി മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാനത്തെ 6 കുടുംബങ്ങൾക്ക് 50 കോടി രൂപയുടെ ധനസഹായം. കുടുംബങ്ങളുടെ വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ വിഷയങ്ങളിലും NDA സർക്കാരിൻ്റെ സഹായ വാഗ്ദാനം. പെഗാസസിൽ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി സുപ്രീം കോടതി. രാജ്യസുരക്ഷയ്ക്ക് ചാര സോഫ്റ്റ്വെയർ വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. ഭീകരവാദികൾക്ക് സ്വകാര്യത അവകാശങ്ങൾ ഉന്നയിക്കാനാവില്ല എന്നും സോളിസിറ്റർ ജനറൽ. കാനഡ തെരഞ്ഞെടുപ്പിൽ ഖാലിസ്ഥാൻ അനുകൂല പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി. തോൽവിക്ക് പിന്നാലെ NDP നേതൃസ്ഥാനം ഒഴിഞ്ഞ ജഗ്മീത് സിംഗ്. വിജയം നേടിയ മാർക്ക് കാർണിയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്ക് മാപ്പില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങളാണ് തുടരുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതേസമയം ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നേരത്തെ ചേർന്ന യോഗത്തിൽ CISF, CRPF, BSF മേധാവിമാർ പങ്കെടുത്തു. അതേ തുടർന്നാണ് പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്നലെ നിർണായകമായ കൂടിക്കാഴ്ച നടന്നിരുന്നു. അതേ തുടർന്നാണ് BSF തുടങ്ങിയ സൈനിക വിന്യാസങ്ങളുടെ സേനാ തലവന്മാരുമായി, അതായത് CISF, CRPF, BSF തുടങ്ങിയ മേധാവിമാർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനായി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ എന്നിവരും പങ്കെടുക്കുന്നു. വളരെ നിർണായകമാണ് ഈ യോഗം. പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ഏത് തരത്തിൽ വേണം എന്നതിൻ്റെ അവസാനവട്ട ചർച്ച. അങ്ങനെ വേണ്ടേ ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിക്കാൻ? ജിഷ്ണു കൃഷ്ണൻ, ഡൽഹിയിൽ നിന്നും.
വിനോദ്, ഡൽഹിയിൽ നിർണായകമായ യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഡൽഹിയിൽ 7 ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ പ്രധാനമന്ത്രി, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കൂടാതെ സായുധ സേനകളുടെ മേധാവിമാർ, അതായത് കര, വ്യോമ, നാവികസേന മേധാവിമാരുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ സാധിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കൂടിയാലോചനകൾ നടത്തുന്നത്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകുന്ന മറുപടി, ഒപ്പം രാജ്യത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇവയായിരിക്കും ഈ യോഗത്തിലെ പ്രധാനമായും വിലയിരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പഹൽഗാമിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി, ഭീകരവാദികൾക്കും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരും ഒരിക്കലും മറക്കാത്ത മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ തിരിച്ചടിക്കുള്ള സൈനിക നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി ജമ്മു കശ്മീരിലും അതിർത്തി മേഖലകളിലും പുരോഗമിക്കുകയാണ്. അത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ, ഒപ്പം ജമ്മു കശ്മീരിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, കാരണം പഹൽഗാമിന് തിരിച്ചടി നൽകാൻ ഒരുങ്ങുമ്പോൾ മറ്റൊരു ഭീകരാക്രമണം രാജ്യത്ത് സംഭവിക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അയോധ്യ ഉൾപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലെല്ലാം 10 മടങ്ങ് സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ യുദ്ധസമാനമായ തയ്യാറെടുപ്പാണ് ഇതിനോടകം സൈന്യം നടത്തിയത് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. കര, വ്യോമ, നാവിക അതിർത്തികളിൽ, സമുദ്രാതിർത്തിയിൽ അറബിക്കടലിൽ സമുദ്രാതിർത്തിയോട് ചേർന്ന് പടക്കപ്പലുകൾ തയ്യാറായിട്ടുണ്ട്. ഒപ്പം ആകാശത്ത് നമ്മുടെ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ, കരമേഖലയിൽ മിസൈൽ ലോഞ്ചറുകളും അത്യാധുനിക ടാങ്കറുകളും ഉൾപ്പെടെ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ട് യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ അതിർത്തിയിൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സൈനിക നീക്കങ്ങളുടെയും പ്രതിരോധ നടപടികളുടെയും വിലയിരുത്തലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന നിർണായക യോഗത്തിൽ. കാരണം അത്രയധികം നിർണായകം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സേനാ മേധാവി, കൂടാതെ സായുധ സേനകളുടെ, കര, വ്യോമ, നാവിക സേനകളുടെ മേധാവിമാരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിന് തൊട്ട് മുൻപായി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായകമായ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ CISF, CRPF, കൂടാതെ BSF മേധാവിമാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ഭീകരാക്രമണത്തിന് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ശക്തമായ ഭാഷയിലുള്ള മറുപടികളാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള കൂടിയാലോചനകളും നിർണായകമായിട്ടുള്ള യോഗങ്ങളുമാണ് രാജ്യതലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലും ഒപ്പം അതിർത്തി പ്രദേശങ്ങളിലും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ കാര്യ സമിതി കര, നാവിക, വ്യോമസേനകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാളെ വീണ്ടും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം ചേരും എന്നുള്ളതാണ്. ആഭ്യന്തര സുരക്ഷ, പ്രതിരോധം, കൗണ്ടർ ടെററിസം എന്നീ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും അധികാരമുള്ള മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി നാളെ വീണ്ടും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും എന്ന് മനസ്സിലാക്കുന്നു. അതിനു മുൻപായാണ് ഇപ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായകമായ യോഗം പുരോഗമിക്കുന്നത്. വിനോദ്, വളരെ സുപ്രധാനമായ യോഗങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രിയുമായി പ്രതിരോധ മന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. സംയുക്ത സേനാ മേധാവിയുണ്ട്. അതേപോലെ തന്നെ കര, നാവിക, സേനകളുടെ തലവന്മാരും ഈ നിർണായക യോഗത്തിൽ പങ്കെടുക്കുന്നു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ തിരിച്ചടികൾ കൃത്യമായി ചർച്ച ചെയ്ത് അത്തരം നീക്കങ്ങൾ ആലോചിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനുമാണ് നിർണായക യോഗം തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ജമ്മു കാശ്മീരിൽ സുരക്ഷാ മുന്നറിയിപ്പ്, സ്ലീപ്പർ സെല്ലുകൾ സജീവമായതായി വിലയിരുത്തൽ. അതിർത്തി കേന്ദ്രീകരിച്ച പാക് ചാരസംഘടനയായ ISI ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി സൈനിക വൃത്തങ്ങൾ. പഹൽഗാം ആക്രമണത്തിന് സമാനമായ സംഭവം ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ്. കശ്മീർ മേഖലയിൽ നിരവധി റോഡുകൾ അടച്ചു. വിവരങ്ങളുമായി കശ്മീരിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നിർണായകമായ സൈനിക നീക്കങ്ങളാണ് അതിർത്തി മേഖലയിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിന് കടുത്ത തിരിച്ചടി നൽകാൻ തന്നെ ഭാരതം എല്ലാ അർത്ഥത്തിലും സജ്ജമാണ്. അതിൻ്റെ ഭാഗമായി അതിർത്തി മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസം, അതേപോലെ തന്നെ കൂടുതൽ പരിശോധന.
ചില റോഡുകൾ സുരക്ഷയുടെ ഭാഗമായി അതിർത്തി മേഖലയിൽ അടച്ചു കഴിഞ്ഞല്ലോ. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, ഇന്റലിജൻസ് ബ്യൂറോയും അതേപോലെ തന്നെ മിലിറ്ററി ഇന്റലിജൻസും നൽകുന്ന വിവരങ്ങൾ പ്രകാരം ISI ഭീകരർ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുത്ത് അതിർത്തി മേഖലയിൽ ധാരാളമായുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജമ്മു കാശ്മീരിലുടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് സ്ലീപ്പർ സെല്ലുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും ഉണരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുരക്ഷ ഉടനീളം കർശനമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ മേഖലകളിൽ കാശ്മീരിലെ പോലീസ് സ്റ്റേഷനുകൾ, അതേപോലെ തന്നെ സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലെല്ലാം തന്നെ സുരക്ഷ കർശനമാക്കി. ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. ഈ യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിക്കുന്നു, യാത്രക്കാരുടെ ഐഡൻറ്റിറ്റി കാർഡ് അടക്കം പരിശോധിച്ചാണ് ഈ യാത്രകൾ തുടരുവാൻ വേണ്ടി അനുവാദം നൽകിയിരിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ISI ഭീകരർ ആക്റ്റീവായ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇത്തരം ഭീകരർ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുൻകരുതലിൻ്റെ പശ്ചാത്തലത്തിൽ അതിർത്തി മേഖലയിലെല്ലാം തന്നെ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമമേഖലകളിലൊക്കെ തന്നെ കൂടുതൽ സജീവമായി കരസേനയുടെയും അതേപോലെ തന്നെ CRPFൻ്റെയും ഒക്കെ തന്നെ ഒരു സാന്നിധ്യമുണ്ട്. ഈ പെഹൽഗാമിലെ ബൈസൺ വാലിയിൽ തീവ്രവാദ ആക്രമണത്തിന് ശേഷം അവിടെ നിന്നും ഭീകരവാദികൾ അനന്തനാഗിലേക്ക് കടക്കുകയും അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്ക് കടന്ന് ഈ ഗ്രാമീണ മേഖലയിൽ എത്തി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രത്യേക ദൗത്യ സംഘം അവിടെ എത്തുമ്പോഴേക്കും അവർ അവിടെ നിന്നും മറഞ്ഞിരുന്നു. ഏതായാലും ഈ മേഖലയിലെ ആൾക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സ്വാഭാവികമായും ഇത്തരം ഭീകരവാദികൾ ആക്റ്റീവായി ഈ ഗ്രാമീണ മേഖലയിലേക്ക് ഏതെങ്കിലും വീടുകളിൽ ഒളിച്ചു താമസിക്കുവാനുള്ള സാധ്യതയാണ് IB അടക്കം മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, ഗ്രാമീണ മേഖലയിലടക്കം പരിശോധന കർശനമായി തുടരുകയാണ്. CRPF വീടാന്തരം കയറി ഇത്തരം പരിശോധനകൾ നടത്തുകയാണ്. ഒപ്പം തന്നെ ഈ നഗരമേഖലയിലേക്ക് എത്തുമ്പോൾ നഗരത്തിൽ ഈ ആൾക്കൂട്ടം ഉള്ള മുഴുവൻ സ്ഥലങ്ങളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. സായുധധാരികളായ സൈന്യത്തെയും CRPFനെയും ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 മേഖലകൾ ഈ അക്രമത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ 2 മേഖലകളിലടക്കം സുരക്ഷ കർശനമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ 48 റോഡുകൾ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നിരവധി റോഡുകളും ഈ മേഖലയിലേക്ക് ഇതിനോടകം അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ യാത്രക്കാരുടെയും വിനോദസഞ്ചാരികളുടെയും ഒക്കെ തന്നെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് റോഡ് അടച്ചതും അതേപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതും. ഇതിന് മുമ്പേ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ ഒരു സുരക്ഷാ ഓഡിറ്റ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഈ സുരക്ഷാ ഓഡിറ്റിൽ അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ടാണ് ഈ മേഖലകൾ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടയ്ക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. പ്രത്യേകിച്ച് ഈ പെഹൽഗാമിലെ ബൈസൺ വാലിയിൽ നടന്ന രീതിയിലുള്ള ഒരു അക്രമമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് IB മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ നൽകുന്ന റിപ്പോർട്ട്. അതായത് ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ സൈന്യത്തെയും ഒന്നും ആയിരിക്കില്ല ലക്ഷ്യം വെക്കുക, സാധാരണക്കാരായ ജനങ്ങളെ ആയിരിക്കും ലക്ഷ്യം വെക്കുക. ബൈസൺ വാലിയിലും സമാനമായ രീതിയിൽ വിനോദസഞ്ചാരികളായ സാധാരണക്കാരെ ആയിരുന്നു ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ആയിരുന്നു ലക്ഷ്യം വെച്ചത്. സമാനമായ രീതിയിൽ തന്നെയാകും ഭീകരാക്രമണം ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥരെ ഒന്നും ആക്രമിക്കാതെ ആൾക്കാരുടെ അടുത്ത് മതം ചോദിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു രീതിയായിരിക്കും ഒരുപക്ഷെ തീവ്രവാദികൾ നടത്തുക എന്നുള്ളതാണ് IB മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലാകെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. വിനോദ്, അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കുകയാണ് ഭാരതം. പഹൽഗാമിലുണ്ടായതുപോലെയുള്ള സമാനമായ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സൈന്യത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കുന്നു. സൈനിക വിന്യാസം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഭാരത സൈന്യത്തിൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജമ്മു കാശ്മീരിൽ നിന്നും നന്ദഗോപൻ. പാലക്കാട് മീൻവല്ലം തുടിക്കോട് ചിറയിൽ വീണ് 3 കുട്ടികൾ മുങ്ങി മരിച്ചു. സഹോദരങ്ങളായ കുട്ടികളാണ് മുങ്ങി മരിച്ചത്. മീൻവല്ലം സ്വദേശി പ്രകാശിൻ്റെ മക്കളാണ് മരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് നിന്നുള്ള സങ്കടകരമായ ഒരു വാർത്ത. മീൻവല്ലം തുടിക്കോട് ചിറയിൽ വീണ് 3 കുട്ടികൾ മരിക്കുന്നു. സഹോദരങ്ങളാണ് മരിച്ചവർ. മീൻവല്ലം സ്വദേശി പ്രകാശിൻ്റെ മക്കൾ. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, വളരെ ദാരുണമായ സംഭവമാണ് പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ഭാഗത്താണ് 3 കുട്ടികൾ ചിറയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. തുടിക്കോട് തമ്പിയുടെ മകൾ രാധിക എന്ന 10 വയസ്സുകാരി, അതുപോലെ തന്നെ തുടിക്കോട് ഉന്നതിയിൽ പ്രകാശന്റെ മക്കളായ പ്രദീപ് എന്ന 5 വയസ്സുകാരനും പ്രതീഷ് എന്ന 4 വയസ്സുകാരനുമാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഈ 3 കുട്ടികൾ പ്രദേശത്തെ ഒരു ചിറയിൽ
കുളിക്കുന്നതിന് വേണ്ടി പോയത്. അത് കാലങ്ങളായിട്ട് ഉപയോഗശൂന്യമായി കിടന്നൊരു ചിറയായിരുന്നു. അടുത്തിടെയാണ് ഇത് നവീകരിച്ച് അതിന്റെ ആളുകൾക്ക് കുളിക്കുന്ന തരത്തിലൊക്കെ അതിനെ യോഗ്യമാക്കി മാറ്റിയത്. തുടർന്നാണ് ഈ കുട്ടികൾ ആ ചിറയിലേക്ക് പോയത്. അങ്ങനെ ചിറയിലേക്ക് കുട്ടികൾ പോയപ്പോഴാണ് ആ വെള്ളത്തിൽ കളിക്കുന്നതിനിടെ വെള്ളത്തിൽ അകപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടുകാർ ഒരു ഉച്ച സമയമായിട്ടും കുട്ടികളെ കാണാതായതോടുകൂടെ ഇവർ തിരക്കി ചെല്ലുകയായിരുന്നു. അങ്ങനെ തിരക്കി ചെന്ന സമയത്താണ് ഈ കുട്ടികളിൽ ഒരാളുടെ ചെരുപ്പ് അവിടെ കുളക്കരയിൽ അല്ലെങ്കിൽ ആ ചിറയുടെ കരയിൽ കണ്ടത്. തുടർന്ന് പരിശോധന നടത്തിയതിൽ ആദ്യം 2 ആൺകുട്ടികളുടെ മൃതശരീരം കിട്ടുകയായിരുന്നു. ആ കുട്ടികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പെൺകുട്ടിയെയും കണ്ടെത്തുകയുണ്ടായി. ആ പെൺകുട്ടിയെ ഉടൻ തന്നെ പാലക്കാട് തച്ചമ്പാറയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആൺകുട്ടികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പെൺകുട്ടിയെ തച്ചമ്പാറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലുമാണ് എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും 3 കുട്ടികളുടെയും ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രദേശത്തുള്ള ഒരു വനവാസി കോളനിയിൽ താമസിക്കുന്നവരാണ് ഈ 3 കുട്ടികളും. ഈ ചിറ പുതുതായി നിർമ്മിച്ചപ്പോൾ അതിൽ കുളിക്കുക എന്ന് ലക്ഷ്യം വെച്ചവർ അവിടെ എത്തിയതായിരിക്കണം എന്നുള്ളതാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. വളരെ സങ്കടകരമായൊരു വാർത്തയാണ് പാലക്കാട് നിന്നും ഈ നിമിഷം വരുന്നത്. പാലക്കാട് മീൻവല്ലം തൊടിക്കോട് ചിറയിൽ വീണ് 3 കുട്ടികൾ മുങ്ങി മരിച്ചു. സഹോദരങ്ങളായ കുട്ടികളാണ് മരിച്ചവരിൽ 2 പേർ. മീൻവല്ലം സ്വദേശി പ്രകാശിൻ്റെ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് മുങ്ങി മരിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുണാലത്തൂർ. 27ാമത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് 7-ന് ആരംഭിക്കും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. കോൺക്ലേവിന് 135 കർദിനാൾമാർക്കാണ് വോട്ടവകാശം. ഇതിൽ 4 പേർ ഭാരതീയരാണ്. 2013-ലാണ് ഇതിനു മുമ്പ് കോൺക്ലേവ് നടന്നിട്ടുള്ളത്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ മെയ് 7-ന് ആരംഭിക്കും. പതിവ് പോലെ സിസ്റ്റൈൻ ചാപ്പലിലായിരിക്കും കോൺക്ലേവ. 135 കർദിനാൾമാർക്കാണ് വോട്ട് ചെയ്യാൻ അനുവാദമുള്ളത്. ക്ലിമിസ് മെത്രോപൊലിത്തയും ഈ അടുത്ത് കർദിനാളായി ഉയർത്തപ്പെട്ട ജോർജ് കുവക്കാട്ടും വോട്ടവകാശമുള്ള മലയാളികളാണ്. ഭാരതത്തിൽ നിന്ന് 4 കർദിനാൾമാർക്കാണ് വോട്ടവകാശം. 80 വയസ്സിന് താഴെ പ്രായമുള്ള കർദിനാൾമാർ മാത്രമാണ് വോട്ട് ചെയ്യുക. സിസ്റ്റൈൻ ചാപ്പൽ പ്രാഥമിക നടപടികൾക്കായി അടച്ചു. അതീവ രഹസ്യമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 3/2 ഭൂരിപക്ഷത്തോടെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കണം. കൃത്യമായ ഭൂരിപക്ഷത്തോടെ ഒരു ദിവസം തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ ബാലറ്റ് പേപ്പറുകൾ രാസവസ്തുക്കളും വൈക്കോലും ചേർന്ന് കത്തിക്കും. സ്വാഭാവികമായും ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയരുകയും ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ടാലും രേഖകൾ നശിപ്പിച്ചു കളയുകയാണ് പതിവ്. തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുമ്പോൾ രാസവസ്തുക്കൾ ചേർക്കുകയില്ല. ആ സാഹചര്യത്തിൽ ഉയരുന്ന പുക വെളുത്ത നിറത്തിലായിരിക്കും. ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് പുതിയ പോപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സൂചനയാണ് നൽകുന്നത്. പോപ്പിന്റെ മരണശേഷം 15 മുതൽ 20 ദിവസത്തിനകം പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കണമെന്നാണ് നിയമം. കോൺക്ലേവ് ആരംഭിച്ച 2-3 ദിവസങ്ങൾക്കകം പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീടായിരിക്കും സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. പെഗാസസ് വിഷയത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി. രാജ്യസുരക്ഷയ്ക്കായി പെഗാസസ് പോലുള്ള ചാര സോഫ്റ്റ്വെയറുകൾ സർക്കാർ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും തെറ്റല്ല എന്ന് കോടതി വ്യക്തമാക്കി. ചാര സോഫ്റ്റ്വെയർ വ്യക്തികൾക്കെതിരെ ഉപയോഗിക്കുന്നത് പരിശോധിക്കാമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഭാരതം ഇസ്രായേലി ചാര സോഫ്റ്റ്വെയർ പെഗാസസ് വാങ്ങിയത് ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായത്. രാജ്യം പെഗാസസ് പോലുള്ള ചാര സോഫ്റ്റ്വെയർ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും എന്താണ് തെറ്റെന്ന് പെഗാസസ് കേസിൽ വാദം കേൾക്കുന്നതിനിടയിൽ സുപ്രീം കോടതി ചോദിച്ചു. ദേശീയ സുരക്ഷയുടെ ഭാഗമായി രാജ്യം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളെ തടയാനാകില്ലെന്നും അതേസമയം ചാര സോഫ്റ്റ്വെയർ വ്യക്തികൾക്കെതിരെ ഉപയോഗിക്കുന്നത് പരിശോധിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കും ഭീകരവാദികൾക്കും സ്വകാര്യത അവകാശങ്ങൾ ഉന്നയിക്കാനാകില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദത്തിനിടെ വ്യക്തമാക്കി. കേസ് ജൂലൈ 30-ന് കോടതി വീണ്ടും പരിഗണിക്കും. ജനം, ഡൽഹി. ഗുജറാത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി. അഹമ്മദാബാദിൽ അനധികൃത കുടിയേറ്റക്കാരുടെ താമസ സ്ഥലങ്ങൾ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊളിച്ചുനീക്കൽ നടപടിയാണ് നടന്നതെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. 1000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി ഗുജറാത്ത് DGPയും അറിയിച്ചിരുന്നു.
ഗുജറാത്തിൽ അഹമ്മദാബാദിലാണ് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് നേരെ വൻ ബുൾഡോസർ നടപടി സ്വീകരിച്ചത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ താവളമാക്കിയ ചന്തോള തടാക പ്രദേശത്താണ് 100-ലധികം JCBകൾ ഉപയോഗിച്ച് നിർമ്മാണങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയത്. മുനിസിപ്പൽ കോർപ്പറേഷനും പോലീസും സംയുക്തമായി ദൌത്യത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന ഏറ്റവും വലിയ പൊളിച്ചുനീക്കൽ നടപടിയാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ മുതലാണ് പ്രദേശത്ത് നിർമ്മാണങ്ങൾ ഇടിച്ചു നിരത്തിയത്. तालाब की जमीन है जो सरकारी जमीन है उस पे मिट्टी डाल के झोपड़े बनाए हैं और एक उन्हीं के द्वारा ये आज डिमोलिशन की कामगिरी की जा रही है. पुलिस ताकि जान हानि ना हो और कोई लॉ एंड ऑर्डर स्थिति ना उत्पन्न हो उसको ध्यान में लेके पुलिस बंदोबस्त रखा गया. हाँ, इनका यहाँ सियासत नगर बंगालवास था, वो यहाँ पे ज्यादातर बांग्लादेशी आकर रहते थे. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് ബംഗാൾ വഴി നുഴഞ്ഞുകയറിയ നിരവധി ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായിരുന്നു. സംസ്ഥാനത്തുടനീളം നടത്തിയ പരിശോധനയിൽ 1000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ പിടികൂടിയിട്ടുണ്ടെന്നും ഇവരെ നാടുകടത്താനുള്ള നടപടി ആരംഭിച്ചെന്നും ഗുജറാത്ത് DGP അറിയിച്ചു. ഡൽഹി, ഹരിയാന, അസം ഉൾപ്പെടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പ്രത്യേക പരിശോധന തുടരുകയാണ്. അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും കർശന പരിശോധന നടത്താൻ നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. ജനം, ഡൽഹി. കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ഖാലിസ്ഥാൻവാദിയായ ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി. ജഗ്മീത് സിംഗും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. തോൽവിക്ക് പിന്നാലെ പാർട്ടി നേതൃസ്ഥാനവും 168 സീറ്റുകളിലാണ് ലിബറൽ പാർട്ടി കൃത്യമായി മുൻതൂക്കം നേടിയിരിക്കുന്നത്. ഭൂരിപക്ഷത്തിന് 172 സീറ്റുകൾ വേണം. ചെറു പാർട്ടികളുടെ പിന്തുണയോടെ മാർക്ക് കാർണി സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പായി. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ മാർക്ക് കാർണിയെ അഭിനന്ദിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇപ്പോൾ കാനഡയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഖാലിസ്ഥാൻവാദി നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടി ഭാരതത്തെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, കാനഡയിൽ NDP, അതായത് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നറിയപ്പെടുന്ന ഖാലിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിക്ക് 20-ലേറെ സീറ്റുകളായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നെങ്കിൽ ഇത് 5 സീറ്റുകളായി, വിജയിച്ച സീറ്റുകൾ 5ആയി ചുരുങ്ങി എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. 5 സീറ്റുകളും 2 സീറ്റുകളിൽ ലീഡുണ്ട്. അതൊരു പക്ഷേ 7 സീറ്റിലേക്ക് എത്തിയേക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പക്ഷേ ലീഡ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. 7, 6 എന്നുള്ളതും ചില സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം 25-ൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് പോരുന്ന, 20-ലേറെ സീറ്റുകളിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് പോരുന്ന ഒരു സാഹചര്യം ഏറെ ഗൗരവത്തോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് കാനഡയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ വീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൽ 5 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്നുള്ളത് തന്നെ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ലിബറൽ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയെ ലിബറൽ പാർട്ടിയുടെ ലിബറൽ പാർട്ടിക്കാണ് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടതെന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ലിബറൽ പാർട്ടിയെ അനുകൂലിച്ച മുന്നണിയെ അനുകൂലിച്ച വിഭാഗം തീരുമാനിച്ചു എന്നാണ് ഈ വോട്ടെടുപ്പിൻ്റെ ഒരു കൃത്യമായ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചില പാർട്ടികൾ, അതായത് ചെറു പാർട്ടികളെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക് കനേഡിയൻ വോട്ടിംഗ് നേച്ചർ മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനമായി നമുക്ക് ലഭ്യമാകുന്ന കക്ഷിനില എന്ന് പറയുന്നത് ലിബറൽ പാർട്ടി 155 സീറ്റുകളിൽ വിജയിക്കുകയും 13 സീറ്റുകളിൽ കൃത്യമായി ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൺസർവേറ്റീവ് പാർട്ടി 133 സീറ്റുകളിൽ വിജയിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചത് NDPക്കും ഗ്രീൻ പാർട്ടിക്കുമാണ്. ഗ്രീൻ പാർട്ടി 2 സീറ്റുണ്ടായിരുന്നു, 1 സീറ്റായി ചുരുങ്ങുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. കനേഡിയൻ തെരഞ്ഞെടുപ്പിലാണ് ഖലിസ്ഥാൻവാദിയായ ജഗ്മീത് സിംഗ് നേതൃത്വം നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനൻ ഡിബേറ്റ് കാണാം. നമസ്തേ.